നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ നക്ഷത്രക്കാർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. ജന്മനക്ഷത്രം കൊണ്ട് തന്നെ നമുക്ക് അവരുടെ സ്വഭാവ രൂപീകരണം, വിദ്യാഭ്യാസം, വിവാഹം, തൊഴിൽ, ആയുസ്, ആരോഗ്യം തുടങ്ങിയ സകല കാര്യങ്ങളും ഒരു പരിധിവരെ ഉത്തരം നൽകുവാനായിട്ട് സാധിക്കുന്നതാണ്. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ നിങ്ങൾ വളരെ നന്നായി സ്വീകരിച്ചു. കാലദൈർഘ്യം കൊണ്ട് ഒന്നാം ഭാഗത്തിൽ ഒഴിവാക്കപ്പെട്ടതായിട്ടുള്ള പ്രധാന ചില കാര്യങ്ങളെ രണ്ടാം ഭാഗത്തിലൂടെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ പൂരിട്ടാതി വരെയുള്ള നക്ഷത്രക്കാരുടെ അത്തരത്തിലുള്ള അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗത്തെയും അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പരിശോധിച്ച് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. വയലോപ്പിള്ളിയുടെ കവിത പറഞ്ഞുകൊണ്ട് നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരെ കൂടുതലായിട്ട് ഒന്ന് വിശേഷമായിട്ട് പരിചയപ്പെടാം. ഉത്രട്ടാതി നക്ഷത്രം ഒരു സ്ത്രീ നക്ഷത്രമാണ്, മനുഷ്യഗണ നക്ഷത്രമാണ്. ഉത്തരഭാദ്രപദം എന്ന് സംസ്കൃതത്തിൽ പേരുണ്ട്. ഇതൊരു വൈഷ്ണവ നക്ഷത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. ദുരിതസാഗരം നീന്തി വിജയം കൈവരിക്കുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. പക്ഷി, മയിലും മൃഗം, പശുവുമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ അഥവാ ആദ്യ ദശാനാഥൻ ശനിയാണ്. ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓരോ നക്ഷത്രക്കാരെയും കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഓരോ നക്ഷത്രത്തിന്റെയും ഓരോ പാദങ്ങളെ പ്രത്യേകമായിട്ട് അറിയണം. ഓരോ പാദങ്ങളും എവിടെയാണ് അംശിക്കുന്നത്, ഓരോ പാദത്തിലും ജനിച്ചാലുള്ള പ്രത്യേക ഫലം എന്നീ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒരു നക്ഷത്രം എന്നത് 60 നാഴികയാണ്, അതായത് 24 മണിക്കൂർ ദൈർഘ്യം. അങ്ങനെ വരുമ്പോൾ ഒരു പാദം എന്നത് 6 മണിക്കൂറാണ്, അതായത് 15 നാഴിക. ഉത്രട്ടാതി നക്ഷത്രം ആരംഭിച്ച് ആദ്യത്തെ 6 മണിക്കൂറിനുള്ളിൽ ജനിച്ചവർ ഒന്നാം പാദവും, രണ്ടാമത്തെ 6 മണിക്കൂറിനുള്ളിൽ ജനിച്ചവർ രണ്ടാം പാദവും, മൂന്നാമത്തെ 6 മണിക്കൂറിനുള്ളിൽ ജനിച്ചവർ മൂന്നാം പാദവും, നാലാമത്തെ 6 മണിക്കൂറിനുള്ളിൽ ജനിച്ചവർ നാലാം പാദവുമായിട്ട് മാറുന്നു. ഒരു പാദം എന്നത് 15 നാഴികയാണ്. ഒരു നക്ഷത്രത്തിന്റെ പാദം എന്നത് 3 ഡിഗ്രി 20 മിനിറ്റ് ആണ്. ഒരു രാശി എന്നത് 30 ഡിഗ്രിയാണ്. ഒരു നക്ഷത്രം ആകെയുള്ളത് 13 ഡിഗ്രി 20 മിനിറ്റ് ആണ്. നമുക്ക് ഉത്രട്ടാതി നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരുടെ വിശേഷ ഫലങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഉത്രട്ടാതി നക്ഷത്രം മീനം രാശിയിൽ വരുന്ന നക്ഷത്രമാണ്. മീനം രാശിയിൽ പൂർണ്ണമായിട്ട് വരുന്ന നക്ഷത്രം തന്നെയാണ്. മീനം രാശിയുടെ ആദ്യത്തെ പാദം എന്നുള്ളത് പൂരിട്ടാതിയുടെ 4ാം പാദമാണ്. മീനം രാശിയില് 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 6 ഡിഗ്രി 40 മിനിറ്റ് വരെയുള്ള ദൈർഘ്യം ഉള്ള സമയത്താണ് ഉത്രട്ടാതി നക്ഷത്രം ഒന്നാം പാദം വരുന്നത്. ഉത്രട്ടാതി നക്ഷത്രം നിൽക്കുന്ന മീനം രാശിയുടെ നാഥൻ വ്യാഴമാണ്. ഉത്രട്ടാതി നക്ഷത്രം ഒന്നാം പാദം അംശിക്കുന്നത് ചിങ്ങം രാശിയിലാണ്. മീനം രാശി ഒരു ഉഭയരാശിയാണ്, ചിങ്ങം രാശി ഒരു സ്ഥിരരാശിയാണ്. രണ്ടും വിഭിന്നങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഉത്രട്ടാതി നക്ഷത്രം ഒന്നാം പാദക്കാർ ഒരു തീരുമാനമെടുക്കാൻ അല്പം വിഷമിക്കുന്നതാണ്. ഇവർ പ്രത്യേകിച്ച് 2 അഭിപ്രായം പുലർത്താനും സാധ്യതയുണ്ട്. ചില കാര്യങ്ങളിൽ ഇവർ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. മീനം ഒരു ജലരാശിയാണ്. അതുകൊണ്ട് തന്നെ ഉത്രട്ടാതി നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർ ഒരു ആർദ്ര സ്വഭാവമുള്ളവരായിരിക്കും. ഇവർ സ്നേഹവും മനുഷ്യപ്പറ്റും ഒക്കെ ഉള്ളവരായിരിക്കും. ചിങ്ങം കാടും മേടും പാറക്കൂട്ടങ്ങളും ഒക്കെ അടങ്ങിയ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ചിലപ്പോഴൊക്കെ പരുക്കൻ മട്ടും എളുപ്പം വഴങ്ങാത്ത ശീലവും ഒക്കെ പ്രകടിപ്പിച്ചേക്കാം. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ഒന്നാം പാദക്കാർ ചിലപ്പോൾ മീനൻ രാശിയുടെ സ്വഭാവം കാണിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അവർ ചിങ്ങം രാശിയുടെ ഈ പരുക്കൻ മട്ടും പ്രകടമാക്കിയേക്കാം. ഇനി നമുക്ക് 2 രാശികളുടെയും ആകൃതിയിലൂടെ സ്വഭാവ സവിശേഷതകളെ ഒന്ന് വിലയിരുത്താം. വാലും തലയും 2 വിരുദ്ധ ധ്രുവങ്ങളിലായിട്ട് നിൽക്കുന്ന 2 മത്സ്യങ്ങളാണ് മീനൻ രാശിയുടെ സ്വരൂപം. ഈ സ്വരൂപത്തിൽ തന്നെയുണ്ട് അവരുടെ വൈരുദ്ധ്യം എന്നത്. മത്സ്യങ്ങളുടെ ഓമനത്വവും ലാളിത്യവും ഭംഗിയും ചലനാത്മകതയും ഒന്നും സിംഹത്തിനില്ല. ചിങ്ങം രാശിയുടെ രാശി സ്വരൂപമാണ് സിംഹം. സിംഹത്തിനാകട്ടെ ഭയവും രാജപ്രഭാവവും ഗാംഭീര്യവും ഒക്കെയാണ് പ്രകൃതമായി പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ 2 സ്വഭാവങ്ങളും ഇടകലർന്ന് അവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഉത്രട്ടാതി നക്ഷത്രം ഒന്നാം പാദക്കാരെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമാകില്ല. വൈരുദ്ധ്യങ്ങൾ ഒരുപാട് ഇവരിൽ ഉണ്ടാകും. ഒരു നേർവര പോലെയാണ് ഇവരുടെ സ്വഭാവം എന്നത്, ഇവരുടെ വ്യക്തിത്വം എന്നത് പറയാനാവില്ല. സങ്കീർണവും ഘനസാന്ദ്രതയുമാണ് ഇവരുടെ ആന്തരിക സ്വഭാവം. മീനൻ രാശിയുടെ രാശ്യാധിപൻ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ഇവർ പ്രസാദാത്മക വ്യക്തിത്വം പുലർത്തും. ചിങ്ങം രാശിയുടെ രാശിനാഥനാകട്ടെ സൂര്യനാണ്.
അധികാരത്തോടും പദവികളോടും രാഷ്ട്രീയത്തോടുമുള്ള ആഭിമുഖ്യം ഇവരിൽ അതുകൊണ്ട് തന്നെ പ്രകടമായി കണ്ടു എന്നും വരാം. ആലോചിച്ചും വരുംവരായികകൾ ചികഞ്ഞു നോക്കിയും യുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഗ്രഹമാണ് വ്യാഴം. ആ പ്രകൃതം ഉത്രട്ടാതി നക്ഷത്രം 1-ാം പാദക്കാരിലും ഉണ്ടാകും. ന്യായാന്യായങ്ങളെ കുറിച്ചൊന്നും ഏറെ ചിന്തിക്കുകയില്ല. ഒരു കാര്യവും ഇവർ ചുവപ്പ് നടയിൽ മേശപ്പുറത്ത് കുടുങ്ങിക്കിടക്കാതെ പെട്ടെന്ന് നടപടിക്രമങ്ങളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ പോലെയാണ് സൂര്യൻ പ്രവർത്തിക്കുന്നത്. അത് ഉത്രട്ടാതി നക്ഷത്രം 1-ാം പാദക്കാരിലും പ്രകടമായി കണ്ടു എന്ന് വരാം. വ്യാഴത്തിന്റെ വിവേകവും സൂര്യന്റെ അവിവേകവും, വ്യാഴത്തിന്റെ ക്ഷമയും സൂര്യന്റെ അക്ഷമയും ഉത്രട്ടാതി നക്ഷത്രം 1-ാം പാദക്കാരിൽ കൂടിക്കലർന്ന് കണ്ടു എന്ന് വരാം. അത് തന്നെയാണ് ഇവരുടെ വ്യക്തിത്വത്തെ സങ്കീർണമാക്കുന്നത്. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രം 1-ാം പാദത്തിൽ ജനിച്ചവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഫലം കൂടി ഒന്ന് പരിശോധിക്കാം. കാന്ത സത്യരഥ ശ്രീമാൻ ഗുണവാൻ സുമനോഹരഃ ലോകപ്രിയ സുഖീ ചാഹിർ ബുദ്ധ്യാദൗ ജായതേ നരഹ എന്നാണ്. അതായത് ആകർഷണീയത ഉള്ളവരും സത്യനിഷ്ഠ പുലർത്തുന്നവരും ഐശ്വര്യം കൂടെ ഉള്ളവരുമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. ശരീരഭംഗിയും ഇവർക്ക് അവകാശപ്പെടാവുന്നതാണ്. ഇവർക്ക് സാമ്പത്തിക ഗുണമുണ്ടാകും. ഏവർക്കും ഇവർ പ്രിയങ്കരരാകും. അതേപോലെ തന്നെ ജീവിത സുഖങ്ങൾ അനുഭവിക്കുന്നവരുമാകും. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രം 2-ാം പാദക്കാരെ പരിചയപ്പെടാം. ഉത്രട്ടാതി നക്ഷത്രം 2-ാം പാദം എന്നത് ഉത്രട്ടാതി നക്ഷത്രം ആരംഭിച്ച് 15 നാഴികയ്ക്ക് ശേഷം വരുന്ന 30 നാഴിക വരെയുള്ള സമയമാണ്. അതായത് 6 മണിക്കൂറിന് ശേഷം വരുന്ന 12 മണിക്കൂർ വരെയുള്ള സമയം. മീനൻ രാശിയിൽ 6:40 മുതൽ 10 വരെയാണ് ഉത്രട്ടാതി നക്ഷത്രം 2-ാം പാദക്കാരുടെ സ്ഥിതി. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രം 2-ാം പാദക്കാരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം. കൃശോ വിദഗ്ധഃ സർവജ്ഞഃ സാധു സന്മാർഗവാംസ്തദാ ഗുണാകരോ ഗുണഗ്രാഹി ദ്വിതീയാംശേതു ജായതേ എന്നാണ്. അതായത് മെലിഞ്ഞ ദേഹപ്രകൃതം, കാര്യവൈഭവം, എല്ലാ വിഷയങ്ങളിലും അറിവ്, സ്വാത്വികമായിട്ടുള്ള വീക്ഷണം, ഗുണത്തികവ്, സന്മാർഗമായിട്ടുള്ള ജീവിതം, മറ്റുള്ളവരുടെ ഗുണങ്ങളെ അറിയുവാനുള്ള കഴിവ്, ഇവയൊക്കെയാണ് ഉത്രട്ടാതി നക്ഷത്രം 2-ാം പാദത്തിൽ ജനിച്ചാലുള്ള ഫലം. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രം 2-ാം പാദക്കാരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ചരം സ്ഥിരം ഉഭയം എന്നുള്ള രാശി ഘടനയിൽ മീനൻ രാശി ഉഭയരാശിയാണ്. ഉത്രട്ടാതി നക്ഷത്രം 2-ാം പാദം വംശിക്കുന്നതാകട്ടെ കന്നിരാശിയിലാണ്. അതും ഉഭയരാശിയാണ്. ഉഭയരാശി എന്നത് ചിലപ്പോൾ ചലിക്കാതിരിക്കുകയും ചിലപ്പോൾ ചലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മീനൻ രാശി വ്യാഴത്തിന്റെ രാശിയാണ്. കന്നിരാശിയാകട്ടെ ബുധന്റെ രാശിയാണ്. 2 ഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒരേ കാര്യം തന്നെ 2 തരത്തിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യവും ഇവർ പെട്ടെന്ന് ചെയ്തു എന്ന് വരില്ല. ശരിയേത് തെറ്റേത് എന്നും വേണം എന്നും വേണ്ട എന്നും മാറി മാറി ഇവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഷേക്സ്പിയറുടെ ഹാംലെറ്റ് എന്ന കഥാപാത്രത്തിന്റെ നേർ പകിട്ടായിട്ട് നമുക്ക് ഉത്രട്ടാതി നക്ഷത്രം 2-ാം പാദക്കാരെ പറയാം. തന്മൂലം ഇവർ ക്രിയകളിലേക്ക് നീങ്ങാറില്ല. കർമ്മോജ്വലം എന്നത് ഇവരുടെ ജീവിതത്തിൽ ചാർത്തി കൊടുക്കാനാവില്ല. സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, ക്രിയ കേവലം ഉത്തരം. ഏറ്റവും നല്ല ഉത്തരം എന്നുള്ളത് പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. ഉത്രട്ടാതി നക്ഷത്രം 2-ാം പാദത്തിൽ ജനിച്ചവർ അങ്ങനെ ഒരു ഉത്തരത്തിലെത്താൻ വൈകുകയോ എത്താതിരിക്കുകയോ ഒക്കെ ചെയ്യാം. രാശികളെ പുരുഷരാശികൾ, സ്ത്രീ രാശികൾ എന്നും വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. മീനവും കന്നിയും ഒരേപോലെ സ്ത്രീ രാശികളാണ്. അതിനാൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച് 2-ാം പാദത്തിൽ ഉൾപ്പെട്ടവർ ഒരേപോലെ തന്നെ സ്ത്രീ സഹജമായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങൾ ഉള്ളവരായിരിക്കും. ശരീരഭാഷ, സ്വഭാവം, വാക്കുകൾ എന്നിവയെല്ലാം സ്ത്രീ സഹജമായിട്ടുള്ള ബന്ധമുള്ളവരായിരിക്കും. ഇവർ പതുക്കെ സംസാരിക്കുന്നവരായിരിക്കും. പൂമുഖത്തിരിക്കുന്ന കാരണവരായിട്ട് പുരുഷരാശിയെ നമുക്ക് സങ്കല്പിക്കാമെങ്കിൽ വാതിലിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന യുവതിയായി നമുക്ക് മീനം കന്നി രാശികളെ കരുതാം. പലതും ഇവർ വേണമെന്ന് തീരുമാനിച്ചിട്ട് പിന്നീട് വേണ്ടെന്ന് വെച്ചു എന്നും വരാം. മീനക്കൂറിന്റെ അധിപൻ വ്യാഴമാണ്. കന്നിയുടെ അധിപനാകട്ടെ ബുധനാണ്. ഈ 2 ശുഭഗ്രഹങ്ങളുടെയും പ്രഭാവം മൂലം ഇവർ എന്തൊക്കെ തന്നെ ആയാലും നന്മയുടെ പക്ഷത്ത് മാത്രമേ ചായുകയുള്ളൂ. വിദ്യാഭ്യാസവും ലോകപരിചയവും ഇവർക്ക് ഉയർന്ന തലത്തിലായിരിക്കും. ഗണിതം, ജ്യോതിഷം, വ്യാകരണം തുടങ്ങിയ കർക്കശ വിഷയങ്ങളിലൊക്കെ ഇവർ പാണ്ഡിത്യം പുലർത്താറുണ്ട്. പരിഹാസവാസന ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും. കളിയും കൗശലങ്ങളും ഒക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ടതാണ്. ബന്ധുസ്നേഹം ഉത്രട്ടാതി നക്ഷത്രം 2-ാം പാദക്കാർക്ക് കൂടുതലായിട്ടുണ്ടാകും. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദക്കാരെ ഒന്ന് കൂടുതലായിട്ട് എടുത്തറിയാം. ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദം വരുന്നത് മീനൻ രാശിയുടെ 10 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ്.
ഉത്രട്ടാതി നക്ഷത്രം ജനിച്ച് 12 മണിക്കൂറിന് ശേഷം 18 മണിക്കൂർ വരെയുള്ള സമയം, അതായത് 30 നാഴികയ്ക്ക് ശേഷം 45 നാഴിക വരെയുള്ള സമയം. ഉത്രട്ടാതി നക്ഷത്രം മീനൻ രാശിയിലുള്ള നക്ഷത്രമാണ് എന്ന് പറഞ്ഞു. ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദം വംശിക്കുന്നതാകട്ടെ തുലാം രാശിയിലാണ്. അത് ശുക്രന്റെ രാശിയാണ്. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദത്തിൽ ജനിച്ചവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം. രക്തരോമ പ്രധാനശ്ച മതിഹീന സുദാരുണ അനർത്ഥവാചക കോപി തൃതീയാംശേതു ജായതേ എന്നാണ്. അതായത് ചെമ്പിച്ച രോമങ്ങൾ ഉണ്ടാകുക, ബുദ്ധിശൂന്യരാകുക, വലിയ ക്രൂരരാകുക, അർദ്ധശൂന്യമായി സംസാരിക്കുക, എപ്പോഴും കോപിച്ചവരായിരിക്കുക, ഇവയൊക്കെ ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ്. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദക്കാരെ കൂടുതലായിട്ടൊന്ന് എടുത്തറിയാം. ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദം വംശിക്കുന്ന തുലാം രാശിയിലാണ്. അതൊരു ചരരാശിയാണ്. അതുകൊണ്ട് തന്നെ ചലന സ്വഭാവമുള്ളവരായിരിക്കും ഇവർ. മീനൻ രാശി ആകട്ടെ ഉഭയരാശിയാണ്. ചലിക്കാതെയും ഇരിക്കാം, പക്ഷേ അവർ ആലോചിച്ച് സമയം കളയുന്നവരാണ്. ചരരാശിയായിട്ടുള്ള തുലാം രാശിയിൽ അംശിച്ചതിനാൽ ഇവർ പെട്ടെന്ന് കാര്യങ്ങളെ തീരുമാനത്തിലെത്തുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദക്കാരുടെ ഈ ചലനാത്മക ശേഷി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ നൽകും. നിൽക്കുമീ നിൽപ്പിൽ നിൽക്കാതെ നീങ്ങി മുന്നോട്ട് പോയിടാം, പിടിച്ചു തള്ളുമല്ലെങ്കിൽ പിന്നിൽ നിന്നും വരുന്നവർ എന്ന കവിവാക്യം നമുക്ക് തുലാക്കൂറുകാരുടെ മന്ത്രമായിട്ട് തന്നെ എടുക്കാം. ഇനി നമുക്ക് കൂടുതലായിട്ട് ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദക്കാരെ അടുത്തറിയാം. ഒരു ഒഴുകുന്ന പുഴയുടെ ഗുണവും ദോഷവും ഒക്കെ ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദക്കാരിൽ ഉണ്ടാകും. ഒഴുകുന്ന ശീലമുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നേരാം വണ്ണം കാണാനോ ശ്രദ്ധിക്കാനോ ചെയ്യാനോ സാധിക്കാതെ പോയേക്കാം. അവസരവും സന്ദർഭവും ഒക്കെ കഴിഞ്ഞിട്ടാകാം പലപ്പോഴും ഇവരുടെ ഓർമ്മയിൽ അതൊക്കെ എത്തുക. പക്ഷേ അപ്പോഴേക്കും അവർ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാകാം. തുലാം രാശിയുടെ രാശി സ്വരൂപമാകട്ടെ അങ്ങാടിയിൽ ത്രാസ് കൊണ്ടിരിക്കുന്ന ഒരു കച്ചവടക്കാരന്റെ രൂപമാണ്. മീനൻ രാശിയുടെ രൂപമാകട്ടെ പരസ്പരം വാല് കെട്ടുപിണഞ്ഞിരിക്കുന്ന രീതിയിൽ സഞ്ചരിക്കുന്ന 2 മത്സ്യങ്ങളാണ്. കച്ചവടം എന്നത് ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദക്കാരുടെ ജന്മമന്ത്രം തന്നെയാണ്. ലാഭനഷ്ടങ്ങളെ കുറിച്ചും വിപണന തന്ത്രങ്ങളെ കുറിച്ചും വ്യക്തമായ ധാരണ ഇവർക്കുണ്ടാകും. ഒരു ഉപഭോഗ സംസ്കാരം കൊടികുത്തുവാഴുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് വിജയിക്കാൻ എളുപ്പം സാധ്യമാകുന്നതുമാണ്. വിൽക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വാങ്ങാനും ആളുണ്ടാകും എന്നൊരു തത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദത്തിൽ ജനിച്ചവർ ഈ കമ്പോള സംസ്കാരത്തിൽ ചാകര കൊയ്യുന്നവരാണ് എന്ന് പറയാം. തുലാം രാശി എന്നത് ഒരു ഭൗതിക രാശിയാണ്. അതുകൊണ്ട് തന്നെ അവർ വലിയ ഭൗതികവാദികളായിരിക്കും. കാണുന്നതും കേൾക്കുന്നതും മാത്രമാണ് ഇവരുടെ സത്യം. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപനായിട്ടുള്ള ശനിയുടെ ഉച്ചരാശിയാണ് തുലാം രാശി. അതുകൊണ്ട് തന്നെ ഇവരുടെ വിശ്വാസ പ്രമാണങ്ങളും ഇവർ മെനയുന്ന തന്ത്രങ്ങളും ഒക്കെ എളുപ്പം ലക്ഷ്യസ്ഥാനത്തിലെത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായവർ ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദക്കാരാണ് എന്ന് പറയാം. തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളിലും ഇവർക്ക് താല്പര്യമുണ്ടാകും. വേഷഭൂഷാദികൾ എല്ലായ്പ്പോഴും മോടിയായിരിക്കാൻ ഇവർ നല്ല ശ്രദ്ധ കൊടുക്കും. വസ്ത്രങ്ങൾ മുഷിഞ്ഞതാകാതിരിക്കാൻ മാത്രമല്ല, ജീവിതം തന്നെ മുഷിഞ്ഞതാകാതിരിക്കാനും ഇവർ ജാഗരൂകരായി പ്രവർത്തിക്കും. ധാരാളം യാത്രകൾ ചെയ്യാൻ ഇവർക്ക് അവസരമുണ്ടാകും. തീർത്ഥയാത്രകളായിരിക്കില്ല അവയൊന്നും തന്നെ. വിനോദയാത്രകളോ ബിസിനസ് ടൂറുകളോ ആയിരിക്കും അവയെല്ലാം. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ജീവിതത്തോടെ ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദക്കാർക്ക് ഏറെ താല്പര്യമുണ്ടാകും. പുതിയ ബന്ധങ്ങളൊക്കെ ഇവർക്കുണ്ടാകും. അവയൊക്കെ നന്നായി ഇവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ബന്ധങ്ങളെയും പരിചയങ്ങളെയും അനുഭവങ്ങളെയും മുതൽക്കൂട്ടാക്കുവാനും അതിൽ നിന്ന് ലാഭം കൊയ്യുവാനും ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദക്കാർക്ക് എളുപ്പം സാധിക്കും. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രം 4-ാം പാദക്കാരെ കൂടുതലായിട്ട് അറിയാം. ഉത്രട്ടാതി നക്ഷത്രം 4-ാം പാദം എന്നത് ഉത്രട്ടാതി നക്ഷത്രം ആരംഭിച്ച് 45 നാഴികയ്ക്ക് ശേഷം 60 നാഴിക വരെയുള്ള സമയമാണ്. അതായത് 18 മണിക്കൂറിന് ശേഷം 24 മണിക്കൂർ വരെയുള്ള സമയം. ഉത്രട്ടാതി നക്ഷത്രം മീനൻ രാശിയിലാണ്. ഉത്രട്ടാതി നക്ഷത്രം 4-ാം പാദം വംശിക്കുന്നതാകട്ടെ ചൊവ്വയുടെ രാശിയായിട്ടുള്ള വൃശ്ചികം രാശിയിലാണ്. ഉത്രട്ടാതി നക്ഷത്രം മീനം രാശിയിൽ 13 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വരെയുള്ള സമയത്താണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രം 4-ാം പാദക്കാരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ദൂത കർഷണവാൻ നിത്യം പ്രദ്വേഷി താമസസ്തദാ ഉദാര മാനസാശ്ചാഹിർ ബുദ്ധ്യാന്ത് അന്ത്യേന്ദു ജായതേ എന്നാണ്. അതായത്
ഇവർ ദൂതകൃത്യങ്ങൾ ചെയ്യുന്നവരും കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരും എന്നും പക കാത്തുവച്ചിരിക്കുന്നവരും ഉദാരമതികളും താമസ ഗുണം കൂടുതലായിട്ടുള്ളവരുമായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ 4-ാം പാദത്തിന്റെ അംശം വരുന്നത് വൃശ്ചികം രാശിയിലാണ് എന്ന് പറഞ്ഞു. വൃശ്ചികം രാശിയുടെ അധിപൻ പാപഗ്രഹമായിട്ടുള്ള ചൊവ്വയാണ്. എന്നാൽ വ്യാഴത്തിന്റെ ബന്ധുഗ്രഹം തന്നെയാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ മീനം രാശിയുടെയും വൃശ്ചികം രാശിയുടെയും സങ്കര സ്വഭാവങ്ങളായിരിക്കും ഉത്രട്ടാതി നക്ഷത്രം 4-ാം പാദക്കാരിൽ ഉണ്ടാകുക. വൃശ്ചികം എന്നത് ഒരു സ്ഥിരരാശിയാണ്. മീനമാകട്ടെ ഉഭയരാശിയാണ്. വൃശ്ചികം രാശിക്ക് ഗൂഢരാശി എന്നും ഒരു പേരുണ്ട്. സുഷിരം, പാമ്പിൻപുറ്റ്, ഗുഹ, താണഭൂമികൾ, ഇരുളുള്ള ഇടങ്ങൾ എന്നിവയൊക്കെ വൃശ്ചികം രാശിയുടെ വാസസ്ഥലങ്ങളാണ്. മേൽവിലാസം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ചിലരെ കണ്ടെത്താനൊക്കെ പ്രയാസമാണ്. അതുപോലെ തന്നെയാണ് ഉത്രട്ടാതി നക്ഷത്രം 4-ാം പാദക്കാരുടെ സ്ഥിതിയും. അവരുടെ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതായിരിക്കും. എവിടെ പോകുന്നു, എപ്പോൾ വരുന്നു, എന്തു ചെയ്യുന്നു തുടങ്ങിയവയുടെ സ്വകാര്യത ഒരിക്കലും ഭേദിക്കപ്പെടുന്നില്ല. അഴിയും തോറും മുറി വരുന്ന ഒരു കുരുക്ക് നാം സങ്കല്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഉത്രട്ടാതി നക്ഷത്രം 4-ാം പാദത്തിൽ ജനിച്ചവരും വൈകാരികമായി ദുർബലരാണെന്നിരുന്നാലും ഒന്നിനും ആർക്കും ഇവർ വഴങ്ങില്ല എന്ന് പറയാം. തേൾ എന്ന വിഷജീവിയാണ് വൃശ്ചികം രാശിയുടെ രാശിസ്വരൂപം. ചുമരിടങ്ങളിലും മൺകൂനകളിലും ഒളിഞ്ഞിരിക്കുന്ന തേൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ആക്രമിക്കുന്നു. രൂപത്തിൽ തേൾ വളരെ ചെറിയൊരു ജീവിയാണ്. എന്നിരുന്നാലും അതിന്റെ വിഷം അതിനെ വലിയ ജീവി പോലെ ആക്കുന്നു. ചൊവ്വയാണ് വൃശ്ചികം രാശിയുടെ അധിപൻ എന്ന് പറഞ്ഞു. ഒരു പാപഗ്രഹമായിട്ടാണ് ചൊവ്വയെ പരിഗണിക്കുക. മീനം രാശിയുടെ സദ്ഗുണങ്ങളോടൊപ്പം ദുർഘട പ്രകൃതവും ഉത്രട്ടാതി നക്ഷത്രം 4-ാം പാദക്കാരിൽ ഉണ്ടാകും. ബുധൻ നീചനാകുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ 15-ാം നാഴികയിലാണ്. അതായത് ഉത്രട്ടാതി നക്ഷത്രം 4-ാം പാദത്തിലുള്ളവര് എന്നർത്ഥം. ഉത്രട്ടാതി നക്ഷത്രം 4-ാം പാദക്കാർക്ക് ഔപചാരിക വിദ്യാഭ്യാസം ഒരു ബാല്യകേറ മല പോലെ ആയിരിക്കും. ഇവർ കൃഷി കൊണ്ട് ജീവിക്കുന്നവരാകാം. കൈത്തൊഴിലുകളും സാങ്കേതിക വിദ്യകളും ഒക്കെ ആയിരിക്കും ഇവർ. ഉത്രട്ടാതി നക്ഷത്രം 4-ാം പാദക്കാർക്ക് ശോഭിക്കാനാവുന്ന തൊഴിൽ മേഖലകൾ. ഉത്രട്ടാതി നക്ഷത്രം 4-ാം പാദക്കാരുടെ രക്ഷകർത്താക്കൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. മീനക്കൂറിന്റെ ഫലം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം ഫലങ്ങൾ. മീനക്കൂറിന്റെ അധിപനായിട്ടുള്ള വ്യാഴത്തിന്റെ വിശേഷ ഫലങ്ങൾ. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്രങ്ങൾ, അനുജന്മ നക്ഷത്രങ്ങൾ, അനുകൂല നക്ഷത്രങ്ങൾ, പ്രതികൂല നക്ഷത്രങ്ങൾ. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ നക്ഷത്രനാഥൻ, ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ദേവതയായിട്ടുള്ള അഹിർബുത്നി, ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ സ്ഥലരാശി, ഇഷ്ടാനിഷ്ടങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, സന്താനഭാഗ്യം ഇവയൊക്കെ 1-ാം പാദത്തിൽ തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. കൂടാതെ വൈവാഹികമായിട്ടുള്ള ഫലങ്ങളും ഉത്രട്ടാതി നക്ഷത്രം അറിയേണ്ടതെല്ലാം എന്നുള്ള എൻ്റെ 1-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ദശാകാലങ്ങൾ, ദോഷപരിഹാരങ്ങൾ, കൂടാതെ ഉത്രട്ടാതി നക്ഷത്രം, ഇഷ്ടനിറങ്ങൾ, ഇഷ്ടപ്പെട്ട ആഴ്ച, സംഖ്യ എന്നിവയൊക്കെ 1-ാം ഭാഗത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഉത്രട്ടാതി നക്ഷത്രക്കാർ ജീവിത വിജയത്തിന് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. ക്രിക്കറ്റ് താരമായിട്ടുള്ള രാഹുൽ ദ്രാവിഡ്, രാഷ്ട്രീയക്കാരനായിട്ടുള്ള മുലായം സിംഗ് യാദവ്, സാഹിത്യകാരന്മാരായിട്ടുള്ള MT വാസുദേവൻ നായർ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നിവരും സിനിമാ താരങ്ങളായിട്ടുള്ള ഹേമമാലിനി, ശരത് ഹരിദാസ് എന്നിവരുമൊക്കെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരാണ്. കൂടാതെ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവും ഉത്രട്ടാതി നക്ഷത്രക്കാരനാണ്. എല്ലാ നക്ഷത്രക്കാർക്കുമുണ്ട് ഒരു ജനിതക രഹസ്യങ്ങൾ. ഉത്രട്ടാതിയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഒട്ടുമിക്ക ഫലങ്ങളും 2 ഭാഗങ്ങളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.